ഹേയ്, അസ്സലാമു അലൈക്കും. എപ്പോഴെങ്കിലും നിങ്ങളത്ര നല്ലതല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം തന്നെ നിങ്ങൾക്കൊരു വിലയില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങൾ സ്വയം അത്ര നല്ലതല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഇഷ്ടമില്ലായ്മ, നിങ്ങളുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു കുറ്റബോധം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നല്ല, അത് ശൈത്താനിൽ നിന്നാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇത് ശൈത്താൻ്റെ ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് ട്രിക്കാണ്. നമ്മളുടെ മനസ്സിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രം എന്ന് തന്നെ നമുക്കതിനെ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ ശൈത്താൻ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും, നീ ഒരുപാട് തെറ്റ് ചെയ്തു, ഇനി അള്ളാഹു നിനക്ക് പുറത്തു തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മളെ മനസ്സിൽ കുത്തിക്കയറ്റും. പക്ഷേ നമ്മുടെ പരമകാരുണ്യവാനായ റബ്ബ് നമ്മളേവരെയും അങ്ങനെ കാണുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ പലർക്കും നമ്മൾക്ക് അത്ര നല്ലതല്ലാത്ത പാസ്റ്റ്, നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഓർമ്മകൾ നമ്മളുടെ മനസ്സിലുണ്ടാവും, അല്ലേ? നമ്മൾ എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവും, നമുക്ക് ഭയങ്കരമായ ഒരു കുറ്റബോധം നമ്മളുടെ മനസ്സിലുണ്ടാവും. നമുക്ക് ആൾക്കാരെ ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം. മറ്റുള്ളവരുടെ മനസ്സ് നമ്മൾ അറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞും കൊണ്ടോ മുൻകാലത്ത് നമ്മൾ വേദനിപ്പിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ ചതിച്ചു പോയിട്ടുണ്ടാവും, നമ്മൾ അങ്ങോട്ട് ചതിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ ഇതെല്ലാം നമ്മളുടെ മനസ്സിനെ ഒരുപാട് തരത്തിൽ വിഷമിപ്പിക്കുന്നുണ്ടാവും. നമ്മൾക്ക് കുറ്റബോധം കൊണ്ട് ഓരോ സെക്കൻഡും നമ്മളുടെ മനസ്സിലിങ്ങനെ നിറയുന്നുണ്ടാവും. നമ്മൾ ചെയ്തത് ഒരുപാടായിപ്പോയി, അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയി എന്ന് തോന്നിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഭൂമിയിൽ ആദ്യത്തെ മനുഷ്യൻ ആരായിരുന്നു? ആദം അലൈഹിസ്സലാം. എന്നിട്ട് ആദം നബി എന്താണ് ചെയ്തത്? ആദം നബി ഒരു തെറ്റ് ചെയ്തു, പക്ഷെ പിന്നീട് മനസ്സിൽ ഒരുപാട് കുറ്റബോധവും ഒരുപാട് വേദനയും വിഷമവും എല്ലാം കൊണ്ടും തിരിച്ച് അള്ളാഹുവിലേക്ക് പോയപ്പോൾ അള്ളാഹു ആദം നബിയെ നിരസിച്ചില്ല, റിജക്റ്റ് ചെയ്തിട്ടില്ല. മറിച്ച് അള്ളാഹു ആദം നബി അലൈഹിസ്സലാമ തങ്ങൾക്ക് പുറത്തു കൊടുക്കുകയായിരുന്നു ഉണ്ടായത്. സോ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും, ഒരുപാട് റിഗ്രറ്റ് ഉണ്ടാവും. പക്ഷേ ആ ഒരു വിഷമവും ആ ഒരു കുറ്റബോധവും അവിടെ തന്നെ നമ്മൾ വെക്കാതെ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ വീണ്ടും വീണ്ടും അള്ളാഹുവിനോട് പൊരുത്തം ചോദിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ആ കാര്യത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. നമ്മൾ ശൈത്താൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരിക്കൽ ശൈത്താനും അള്ളാഹുവിനെ അനുസരിച്ചിട്ടില്ല, ശൈത്താനും തെറ്റുകൾ ചെയ്തു. പക്ഷേ എന്നിട്ട് എന്താണ് ചെയ്തത്? കരഞ്ഞ കുറ്റബോധത്തോടെ അള്ളാഹുലേക്ക് പൊരുത്തം ചോദിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, അല്ലേ? അതിനു പകരം കൂടുതൽ അഹങ്കാരിയായി മാറുകയും നമ്മളെയും കൂടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശൈത്താൻ ഒരുങ്ങി തിരിച്ചു. ശൈത്താൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുക എന്നതുകൊണ്ട് മാത്രമായിട്ടില്ല. അതിനു പകരം നമ്മളെ കൊണ്ട് നമ്മൾക്ക് തന്നെ ഒരു വെറുപ്പ് തോന്നിപ്പിക്കുക, നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു തോന്നൽ നമ്മളെ ഉള്ളിൽ ഉണ്ടാക്കുക. ഓഫ് കോഴ്സ് നമുക്ക് ആ ഒരു തോന്നൽ വേണം, പക്ഷേ നമ്മൾ തിരിച്ച് അള്ളാഹുവിലേക്ക് പോകാൻ തടയുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് കയറ്റും. അങ്ങനെ ആ ഒരു ചിന്തകൾ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ നിസ്കരിക്കുന്നത് നിർത്തും. പതിയെ പതിയെ നമ്മൾക്ക് നിസ്കരിക്കാനോ ഖുർആൻ ഓതാനോ ഇങ്ങനെ ദീനിയായിട്ടുള്ള കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. നമ്മളുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടാൻ ആരംഭിക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് നിങ്ങളെ തന്നെ മോശമാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കരുണയിൽ ഒരിക്കൽ പോലും നമ്മൾ സംശയിക്കരുത്. തീർച്ചയായിട്ടും അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നതായിരിക്കും. നമ്മളുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ്, അതായത് മോശമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരാൻ കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയും കൂടെ കാരണമാകുന്നുണ്ട്. നമ്മൾ ഓരോ ദിവസവും ഫോണിൽ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ നമ്മൾ സ്വയം മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. നമ്മൾ അവരെ നമ്മിൽ നിന്നും താരതമ്യം ചെയ്യും. അവൾ എന്നെക്കാട്ടിയും എന്ത് സുന്ദരിയാണ്, അല്ലെങ്കിൽ എന്നെക്കാട്ടിയും എന്തൊക്കെയോ അവൾക്കുണ്ട്,
അവരുടെ ജീവിതമൊക്കെ എന്ത് സന്തോഷത്തിലാണ്. നമ്മൾ മനസ്സിലാക്കണം, ആരും തന്നെ അവരുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ അവർ തകർന്നു പോയ നിമിഷങ്ങളോ അവരാരും അതൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. അവരത് പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ച് അവരുടെ ജീവിതത്തിലും വിഷമങ്ങളും സങ്കടങ്ങളും ഒന്നുമില്ലാതിരിക്കില്ല. പുറമേ കാണുന്നത് പോലെ തന്നെ അവരുടെ ലൈഫ് ആവണമെന്നുമില്ല. ഇതൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോയിട്ടുണ്ടാവും. ഒന്ന് നമ്മൾ പലസ്തീൻ ഗസയിലെ അവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ മതി. ഓരോ നിമിഷവും അവരുടെ ജീവൻ ഓരോന്നായി പൊടിയാണ്. സ്വന്തം കുടുംബം തൻ്റെ കൺമുമ്പിൽ മരിക്കുന്നത് കാണുമ്പോഴുള്ള വിഷമം. അവർ അത്ര വിഷമത്തിലായിട്ടും അവരുടെ വിശ്വാസത്തിന്, അവരുടെ ഈമാനിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മളെക്കാൾ മോശം രീതിയിലുള്ള അവസ്ഥകൾ പലരും ഇന്ന് അനുഭവിക്കുന്നുണ്ട്, പലയിടത്തും സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ കാരണം ഒരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ഭാവി വിവരിക്കുന്നതല്ല. നമ്മൾക്ക് ഇപ്പോഴും സമയമുണ്ട്, ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മൾ അള്ളാഹുലേക്ക് പൊരുത്തം ചോദിക്കുക, നമ്മൾ തിരിച്ച് അള്ളാഹുലേക്ക് പോവുക. അതൊരുപാട് വൈകുന്നതിന് മുൻപേ തന്നെ. സോ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക് വന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റത്തെ ടിപ്പാണ് നമ്മൾ അള്ളാഹുലേക്ക് നമ്മളുടെ മനസ്സ് തുറന്ന് നമ്മൾ സംസാരിക്കുക എന്നുള്ളത്. നമ്മളുടെ എല്ലാ കാര്യവും നമ്മളുടെ റബ്ബിനോട് ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ കുറച്ച് ഭാരം കുറഞ്ഞതുപോലെ നമുക്ക് തോന്നും. നമ്മൾക്ക് അത്രയും മോശപ്പെട്ട ചിന്തകൾ വരാണെങ്കിൽ നമ്മൾ നല്ല ആൾക്കാരോടുകൂടെ നമ്മൾ സമയം ചെലവഴിക്കുക. നിങ്ങൾ അത്രയും തകർന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു വിലയില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെപ്പോലത്തെ ആൾക്കാരെയാണ് തിരിച്ച് അള്ളാഹുലേക്ക് വരാൻ അള്ളാഹു കാത്തിരിക്കുന്നത്. ഒരിക്കലും ശൈത്താൻ നിങ്ങളുടെ മനസ്സിലേക്ക് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പ്രയാസപ്പെടുന്നവർക്കും കൂടെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്യുക. അസ്സലാമു അലൈക്കും.